ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. നമ്മൾ ഒരുപാട് പോള റെസിപ്പീസ് കണ്ടിട്ടുണ്ടാവും, കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് മുട്ട വെച്ചിട്ട് ഒരു പോള റെസിപ്പി ചെയ്ത് നോക്കിയാലോ. സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു വലിയ ഉള്ളി, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മല്ലിയില, കറിവേപ്പില, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഉള്ളി നല്ലോണം വാടി വന്നതിന് ശേഷം നമ്മൾ പൊടികളായിട്ട് ഇവിടെ ഇടുന്നത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ആവശ്യത്തിന് ഉപ്പിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് തക്കാളിയും മല്ലിയിലയും ഇട്ട് കൊടുക്കുക. അതും കൂടി നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇത് നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത്, ഞാനിപ്പോൾ 4 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 4 മുട്ടയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഒരു കപ്പ് പാലും ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുക. അതൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ച ബാറ്ററിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല ഇല്ലേ, അത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മസാല അങ്ങനെ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച മുട്ടയും കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. അടുപ്പിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ മുട്ടയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ട് നമുക്കിതൊരു 25 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളിയായിട്ടുള്ള നല്ല സ്പൈസി എഗ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, അടിപൊളി ടേസ്റ്റുമാണ്. എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.